ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അഞ്ജലി. ഞാൻ എന്താ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും നിങ്ങളല്ലേ. ഞാൻ എങ്ങോട്ടും പോകുമൊന്നുമല്ല, ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്യുകയാണ്. ആരെയാണെന്നറിയോ? എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരി അമൃതയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അവൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കിങ് ഫോർട്ട് ഹോട്ടലിൽ. അപ്പോൾ അവൾ ഈ കാലിക്കറ്റിലേക്ക് വരികയാണ് എറണാകുളത്ത് നിന്ന്. ഞാൻ എറണാകുളത്താണ് പഠിച്ചത്. ഞാൻ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവളെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത്, ഞങ്ങൾ രണ്ടുപേരും ടയേർഡായിരുന്നു, കാപ്പി കുടിക്കാമെന്ന് കരുതി രുചി ഭവനിൽ കയറി. ഞാൻ ബട്ടൂര, അവൾ മസാല ദോശ ആയിരുന്നു കഴിച്ചത്. അവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നല്ല മഴയാണ് പുറത്ത്. അതുകൊണ്ട് തന്നെ ഓട്ടോയിൽ കയറി അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും നിന്നിട്ടില്ല. ഞാൻ അവളോട് ചോദിച്ചു എങ്ങോട്ടെങ്കിലും പോകണോ. അപ്പോൾ പറഞ്ഞു ചെറിയൊരു മാളിലേക്ക് നമുക്ക് പോകാമെന്ന്. ഇവിടെ ചെറിയ മാളുകളില്ല, നമ്മുടെ കോഴിക്കോട് എല്ലാം വലിയ വലിയ മാളുകളാണ് ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഗോകുലം മാള് കാണാൻ പോയി. ആക്ച്വലി എറണാകുളത്ത് നിന്ന് വന്ന അവൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ല. എന്നിരുന്നാലും നമ്മൾ കോഴിക്കോട് വന്നിട്ട് ഒന്നും കാണിക്കാതെ പോകരുതല്ലോ. അപ്പോൾ നമ്മൾ കാലിക്കറ്റിലെ ഗോകുലം മാളിലേക്കാണ് ആദ്യം തന്നെ പോയത്. ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ കറങ്ങാനും കാണാനും മാത്രം, ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനും ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ മാമാ എർത്തിൻ്റെ ഒരു ഷോറൂമിലേക്കാണ് ആദ്യം കയറിയത്. അപ്പോൾ അവൾക്ക് ഫേസ് വാഷ് വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഫേസ് വാഷ് വാങ്ങി. ഒന്നുമില്ല, അവിടെയും ഫോട്ടോസും വീഡിയോസും എടുക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി. അത് കഴിഞ്ഞ് വെറുതെ അവിടെ മുകളിൽ ഫുഡ് കോർട്ടിൽ ഇരുന്ന സമയത്ത് ഞാനൊരു റീൽ എടുക്കാമെന്ന് കരുതി. അത് നശിപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ ആക്ഷൻസും കാര്യങ്ങളും കാണിച്ച് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞു എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ച് താ നീ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഫലൂദയാണ് ഇഷ്ടം, നീ എന്നാൽ കോൺ ഐസ്ക്രീം വാങ്ങിച്ചോ, നിൻ്റെ ഇഷ്ടത്തിനുള്ളത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് കോൺ ഐസ്ക്രീമിന് വെയിറ്റ് ചെയ്യുകയാണ്. അവൾ പറഞ്ഞു നിങ്ങളെ നാട്ടിൽ ഇത്ര വൈകിയാണോ കിട്ടുള്ളൂ, കാരണം എത്ര ലേറ്റ് ആയിട്ടാണ് കോൺ ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കോൺ ഐസ്ക്രീം കഴിച്ച് അവിടെ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കലായിരുന്നു മെയിൻ പണി. ഒന്നും പ്രത്യേകിച്ച് വാങ്ങിക്കാനില്ല. അങ്ങനെ ഈ നെസ്റ്റോയിൽ പോകാമെന്ന് വിചാരിച്ചു. നെസ്റ്റോയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് അവസാനം ഈ യാത്ര അവിടെ നിന്ന് നിർത്തി ഞങ്ങൾ. കാരണം അത്രയും തിരക്ക്, നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു ഗൂഗിളത്തിൽ. അതുകൊണ്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കുക എന്നുള്ള മെയിൻ തന്നെയാണ് മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്. ആക്ച്വലി ചില സന്തോഷങ്ങൾ അപ്രതീക്ഷിതമായിട്ട് വരിക എന്നൊക്കെ പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ. അതുപോലെയായിരുന്നു അമൃതയുടെ വരവ്. എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള 2 ദിവസമായിരുന്നു, ഇന്നും ഇന്നലെയുമായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിക്കിങ് അവൾ വാങ്ങിച്ചു. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ചിക്കിങ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കോക്ക് കഴിച്ച് ഞങ്ങൾ മെയിൻ പരിപാടിയിലേക്ക് പോവുകയാണ്. ഷൂട്ടിംഗ് എന്ന് പറയുന്നതാണ്. ഒന്നുമില്ല, 7 ബുള്ളറ്റ് ഇട്ടിട്ട് എനിക്ക് താങ്ങാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല ആ തോക്ക് വെച്ചിട്ട് എന്താ പറയുക ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടെന്നായിരുന്നു അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അവർ പറഞ്ഞത് സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് തരും എന്നാണ്. അപ്പോൾ 7 തവണ പോയിട്ട് ഒരു തവണ പോലും ആ ബലൂൺ ഷൂട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് 2 പേർക്കും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അടുത്തത് എൻ്റെ ചാൻസ് ആയിരുന്നു. ഞാനും അവിടുന്ന് പഠിച്ച പണി 18 നോക്കി, പല രീതിയിലും നോക്കി, ചെറുതും വലുതുമായിട്ടൊക്കെ തോക്കൊക്കെ എടുത്ത് നോക്കി. എല്ലാ വീഡിയോസും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ അവൾ പറയുന്നുണ്ട് ചെറിയ തോക്കായിരുന്നെങ്കിൽ അഞ്ജലി നിനക്ക് എല്ലാം വീട്ടിടായിരുന്നില്ലേ, അതാ ഞാൻ നോക്കി ചിരിക്കുന്നത്. അവൾ എൻ്റെ ഇടയ്ക്ക് കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി രാത്രി ഉറങ്ങാൻ ഞങ്ങൾ എല്ലാവരും ടയേർഡായി. എൻ്റെ മോനും ഞാനും അവളും കുറച്ച് നേരം കത്തിയടിച്ചിരുന്ന് ടയേർഡായി. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളുടെ ഒരു റീലാണ് ഇത്, കണ്ടാസ്വദിക്കൂ നിങ്ങൾ. പിന്നെ ബീച്ചിൽ പോയി വീണ്ടും ഒരു റീലെടുത്ത് ഞാനും എൻ്റെ അനിയത്തിയുമായിട്ട് റീലെടുത്ത് അവളെ അവിടെ ആക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി.